ദൈവമേ കാത്തുകൊള്ളുകങ്ങ്, കൈവിടാതെങ്ങു ഞങ്ങളെ. നാവികൻ നീ ഭവാബ്ധിക്കൊരാവി വൻതോണി നിൻ പദം. എല്ലാവർക്കും നമസ്കാരം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ഒരു വേദവാക്യം പോലെ ഈ ലോകമെങ്ങും അലയടിച്ച ആ സൂക്തം. ഇങ്ങനെയൊരു സൂക്തം രചിക്കാൻ, പറയാൻ ഗുരുദേവന് പ്രേരണയായത് ജാതി ചിന്തയാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ ഈശ്വരനിൽ നിന്നും അകറ്റുന്നത്. കാരണം ഞാൻ ഉയർന്ന ജാതിയാണ് എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് ഉള്ളിൽ മതം ഉണ്ടാകുന്നു. മതമാത്സര്യങ്ങൾ നമ്മെ ഈശ്വരനിൽ നിന്ന് അകറ്റുന്നു. ഇനി താനൊരു താണജാതിക്കാരനാണ് എന്ന് ചിന്തിക്കുമ്പോൾ അപകർഷതാബോധം ഉണ്ടാകുന്നു. തനിക്ക് ഈശ്വര സാക്ഷാത്കാരത്തിന് അർഹതയില്ല എന്ന ചിന്ത തന്നെ അവനെ ഈശ്വരനിൽ നിന്ന് അകറ്റുന്നു. അതുകൊണ്ട് തന്നെ ഈശ്വരനിലേക്ക് അടുക്കുകയാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നതിനാൽ ആദ്യം മനുഷ്യ മനസ്സിൽ നിന്ന് ഇല്ലാതാക്കേണ്ടത് ഈ ജാതി ചിന്തയാണ്. അതിന് ഗുരുദേവൻ ചോദിക്കുന്നത് ഇതാണ്: മനുഷ്യാണാം മനുഷ്യത്വം ജാതി. മനുഷ്യൻ്റെ ജാതി അവൻ്റെ ആ മനുഷ്യത്വമാണ്, ആ ശരീരപ്രകൃതിയാണ്. കാരണം ഒരു ആടിനെയും പശുവിനെയും വേർതിരിക്കുന്നത് അതിൻ്റെ ശരീരപ്രകൃതിയാണ്. അങ്ങനെ ആടുകൾ ഒരു ജാതിയും പശുക്കൾ ഒരു ജാതിയും ആയിത്തീരുന്നു. എന്നാൽ മനുഷ്യനെ ഇന്ന് കാണുന്ന വിധത്തിൽ നിങ്ങൾ വേർതിരിക്കുമ്പോൾ, ജാതി തിരിച്ചു വേർതിരിക്കുമ്പോൾ, ഓരോ ജാതിയിലും പെട്ട മനുഷ്യന് എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾ കാണുന്നുണ്ടോ? അവൻ്റെ ശരീരപ്രകൃതിയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഉയർന്ന ജാതിക്കാർക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ശരീരത്തിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ഉണ്ടോ? താഴ്ന്ന ജാതിക്കാരിൽ നിന്നും കൂടുതലായിട്ട് എന്താണ് അവർക്കുള്ളത്? അതുകൊണ്ട് തന്നെ ഒരു ജാതിയാണ്, മനുഷ്യൻ എന്ന ഒരു ജാതി മാത്രമേ ഉള്ളൂ. അതുപോലെ മതം എന്ന വാക്കിന് അഭിപ്രായം എന്നാണ് അർത്ഥം. അങ്ങനെ ഒരേ ഒരു മതം. കാരണം നമ്മുടെ എല്ലാ മതവും അനുശാസിക്കുന്നത് ഒരേ തത്വമാണ്: സ്നേഹം, കാരുണ്യം, ദയ. ഇങ്ങനെ ഒരു മതം, ആ ഒരു ചിന്തയിലേക്ക് പോകുമ്പോൾ മനുഷ്യന് കാണാം ഈ ലോകത്ത് ഒരേ ഒരു ദൈവമേ ഉള്ളൂ. ഇങ്ങനെയുള്ള മഹത് വചനം ജനങ്ങളുടെ ഇടയിൽ സർവത്ര വ്യാപിപ്പിക്കാൻ കാരണക്കാരനായ മഹാനുഭാവനായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. കേരള സമൂഹത്തിൽ പുതിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ച യുഗപുരുഷനായിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ചത് കൊല്ലവർഷം 1032 ചിങ്ങമാസത്തിലെ ചതയം നാളിലാണ്. ഇത് ക്രിസ്തുവർഷം 1856 ആണെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. ഇതിലും ഈ ജനന വർഷത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. എങ്കിലും എല്ലാം കൂടെ കണക്കുകൂട്ടി നോക്കുമ്പോൾ ഗുരുദേവൻ്റെ സമാധിയും ഇത്രാമത്തെ വയസ്സിലാണ്, 72ാമത്തെ വയസ്സിലാണ് ഗുരുദേവൻ സമാധിയായത് എന്നതിനാൽ അങ്ങനെ കണക്കുകൂട്ടി നോക്കുമ്പോൾ ഇതാണ് കൂടുതൽ ശരി എന്ന് തോന്നി. 1856 ഓഗസ്റ്റ് 20 എന്ന് കാണുന്നുണ്ട്, കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും മാടനാശൻ്റെയും കുട്ടിയമ്മയുടെയും മകനായിട്ട് തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തി ഗ്രാമത്തിൽ വയൽവാരം വീട്ടിലാണ് ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ചത്. നല്ല ഉയർന്ന തറവാടിത്തമുള്ള ഒരു ഈഴവ ഗൃഹമായിരുന്നു അത്. അച്ഛനായ മാടനാശാൻ ഒരു സംസ്കൃത പണ്ഡിതനും പുരാണങ്ങളിലൊക്കെ നല്ല അവഗാഹം ഉള്ള ഒരു ആശാനായിരുന്നു, പള്ളിക്കൂടത്തിലെ ആശാനായിരുന്നു. അതുകൊണ്ടാണ് മാടനാശാൻ എന്ന് വിളിച്ചത്. കുട്ടിയമ്മ വലിയൊരു ഭക്തയായിരുന്നു. അമ്മാവനായ കൃഷ്ണൻ വൈദ്യർ ആയുർവേദ വൈദ്യനായിരുന്നു. ഇങ്ങനെ എല്ലാം കൊണ്ടും
വളരെ സംസ്കാരപൂർണമായ ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് ഗുരുദേവൻ ജനിച്ചു വളർന്നത്. കുഞ്ഞ് ജനിച്ചു വീണപ്പോഴും കരഞ്ഞില്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല, അന്നൊക്കെ കുഞ്ഞുങ്ങൾ ജനിച്ചാൽ ആഹ്ലാദ സൂചകമായി കുരവയിടും. അതിൻ്റെ ഒരു ആഘോഷത്തിമിർപ്പോ ആ ശബ്ദമോ കേട്ടിട്ട് പോലും കുഞ്ഞിന് യാതൊരു അനക്കവും ഉണ്ടായിരുന്നില്ല. വളരെ നിശബ്ദമായിട്ട് ഒരു ധ്യാനാവസ്ഥയിൽ എന്നതുപോലെ തന്നെയായിരുന്നു ഗുരുദേവൻ ജനിച്ചു വീണത്. തൊട്ടടുത്ത് തന്നെയുള്ള കണ്ണങ്കര അധികാരിയാണ് ഗുരുദേവൻ്റെ ജ്യോതിഷം ഗണിച്ചിട്ട് ഇവൻ ഒരു മഹാസന്യാസിയായി മാറും എന്ന് അന്നേ പ്രവചിച്ചിരുന്നു. മഹാകുസൃതിയായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ നാരായണൻ എന്ന പേരാണ് ഇട്ടത്. അത് പിന്നീട് നാണു എന്ന വിളിപ്പേരായി മാറി. യഥാർത്ഥത്തിൽ കുസൃതിയിലൂടെ താൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ തന്നെയാണ് അന്നേ തുടങ്ങി വച്ചത്. അതായത് ഈഴവ സമുദായങ്ങളിലും അവർക്കുമുണ്ടായിരുന്നു അവരെക്കാൾ താഴ്ന്ന ജാതിക്കാർ തൊട്ടുകൂടാത്തവരായിട്ട്. അതുകൊണ്ട് കുഞ്ഞിനോട് ചെറുപ്പത്തിൽ ചില കുട്ടികളെ കാണിച്ചിട്ട് അവരെ തൊടാൻ പാടില്ല, അവരോട് കൂടെ കളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവരോട് കൂടെ തന്നെ കളിക്കും. എന്നിട്ട് അവരെ തൊട്ടിട്ട് എല്ലാവരും കാണുകയെ തന്നെ ഓടി വന്ന് വീട്ടിലെ സ്ത്രീകളെ തൊടും. അതുപോലെ വളരെ ശുദ്ധിയായിട്ട് നടക്കുന്നു എന്ന് വിചാരിച്ച് നടക്കുന്ന വീട്ടിലെ പുരുഷന്മാരെയും തൊടും. എന്നിട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പോകും. ഇതൊരു കുസൃതിയായിട്ടാണ് കാണിച്ചതെങ്കിലും യഥാർത്ഥത്തിൽ ജാതി ചിന്തക്കെതിരായിട്ടുള്ള ഒരു തുടക്കം കുറിക്കൽ തന്നെയായിരുന്നു അത്. അതുപോലെ വീട്ടിൽ പൂജാ കാര്യങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി വച്ചിരിക്കുന്ന നിവേദ്യമൊക്കെ എടുത്തു കഴിക്കും. അപ്പോൾ വഴക്ക് പറയുമ്പോൾ അവരോട് പറയുന്നത്, ഞാനിത് കഴിച്ചാൽ ദൈവം പ്രസാദിക്കും എന്നാണ്. ഗുരുദേവനെ കൂടാതെ 3 സഹോദരിമാരാണ് അവർക്ക് ഉണ്ടായിരുന്നത്. തൻ്റെ അച്ഛനിൽ നിന്ന് തന്നെ ബാലപാഠങ്ങളൊക്കെ പഠിച്ചു. നാണുവിനെ വിദ്യാരംഭം കുറിച്ചത് ചെമ്പഴന്തി പിള്ളമാർ എന്ന പ്രശസ്ത തറവാട്ടിലെ കാരണവരായിരുന്നു. അവിടെ നിന്ന് അന്നത്തെ കാലത്തെ കുട്ടികൾ പഠിക്കുന്ന സംസ്കൃതത്തിലെ വ്യാകരണ ഗ്രന്ഥങ്ങളും ഒക്കെ പഠിച്ചതിന് ശേഷം പിന്നീട് സ്വന്തം ദേശത്ത് ഉയർന്ന പഠനത്തിനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതിനാൽ കുറച്ചുനാൾ പഠനം നിർത്തേണ്ടി വന്നു. ആ സമയത്ത് കൃഷിയിലായിരുന്നു നാണുവിൻ്റെ ശ്രദ്ധ. വീട്ടിലെ പശുക്കളെ മേയ്ക്കാൻ കൊണ്ടുപോകും. അങ്ങനെ കുന്നിൻ പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ ആ പ്രകൃതിയെ ആസ്വദിച്ച് അതുവരെ പഠിച്ച സംസ്കൃത പദ്യങ്ങളൊക്കെ ഉരുവിട്ടുകൊണ്ട് അങ്ങനെ നടക്കും. മാത്രമല്ല, കൃഷിയിൽ വളരെ താല്പര്യമായിരുന്നു. സ്വന്തമായി വെറ്റില കൃഷിയൊക്കെ അന്നേ ചെയ്തതിനെക്കുറിച്ച് ഗുരുദേവൻ തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് തൻ്റെ 21ാമത്തെ വയസ്സിൽ കരുനാഗപ്പള്ളിയിലെ രാമൻപിള്ള ആശാന്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ വാരണപ്പള്ളി എന്ന തറവാട്ടു വീട്ടിലായിരുന്നു വിദ്യാഭ്യാസം. ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു. അന്ന് അവിടെ താമസിച്ചിരുന്ന മറ്റ് സുഹൃത്തുക്കളോടൊപ്പം അവരെക്കാളും നല്ല ധിഷണാശാലിയായ ഒരു വിദ്യാർത്ഥിയായിരുന്നു നാണു. അതേസമയം സുഹൃത്തുക്കളോടൊത്ത് കഴിയുന്നതിനേക്കാളും നാണു ഇഷ്ടപ്പെട്ടത് ആ വീട്ടിലെ മുത്തശ്ശിമാരോടും മുത്തശ്ശന്മാരോടും കൂടെ ഇരുന്ന് ഭഗവത് കഥകൾ പറയാൻ വലിയ താല്പര്യമായിരുന്നു, കേൾക്കാനും. അതുപോലെ അവരോടൊന്നിച്ച് ഏകാദശി നോൽക്കും. ആ സമയത്ത് ഗജേന്ദ്രമോക്ഷം കഥ വഞ്ചിപ്പാട്ട് രൂപത്തിൽ എഴുതുകയും ചെയ്തിട്ടുണ്ട്. വലിയൊരു വിഷ്ണുഭക്തനായിരുന്നു ആ സമയത്ത് ഗുരുദേവൻ. മാത്രമല്ല, പലപ്പോഴും ഗുരുദേവന് ഉണ്ണിക്കണ്ണനെ നേരിട്ടെന്ന പോലെ കാണാമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ അടുത്ത് ഒരു ഗുരുദേവനുമായി ബന്ധപ്പെട്ട ഒരു സ്മരണിക വായിച്ച സമയത്ത് അതിൽ ഇതുപോലെ ഒരു അനുഭവം എഴുതി കണ്ടു. ഗുരുദേവൻ്റെ ജീവിതത്തിൽ നടന്നത് എന്ന രീതിയിൽ എഴുതി കണ്ടു. എന്നാൽ അതിൽ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ സംഭവിച്ചതുപോലെയാണ് എനിക്ക് മനസ്സിലായത്. എന്നാൽ ഇവിടെ പറയുന്നത് 21ാമത്തെ വയസ്സിലാണ് ഗുരുദേവൻ ഇങ്ങനെ വാരണപ്പള്ളിയിൽ പോയി പഠിച്ചത് എന്നാണ്. എന്തായാലും ആ കഥ ഇങ്ങനെയായിരുന്നു. ഗുരുദേവനെ ആശാൻ ഭഗവാൻ കൃഷ്ണൻ്റെ തത്വം പഠിപ്പിക്കുകയായിരുന്നു.
ഇങ്ങനെ ഭഗവാനെക്കുറിച്ച് കേട്ടപ്പോൾ തന്നെ മനസ്സിൽ ഉണ്ണിക്കണ്ണൻ്റെ രൂപം അങ്ങനെ തെളിഞ്ഞു വന്നു. യഥാർത്ഥത്തിൽ നാണു ആ ലോകത്തെ അല്ലാത്തതുപോലെ തോന്നി. ശരിക്കും ഉണ്ണിക്കണ്ണൻ്റെ കൂടെ കളിക്കുന്നതായിട്ട് അനുഭവപ്പെട്ടു. ഉണ്ണിക്കണ്ണനാണെങ്കിൽ കുസൃതി കൊണ്ട് നാണുവിൻ്റെ പുറകെ ഓടി. എന്തിനാണെന്ന് വെച്ചാൽ നാണുവിൻ്റെ മുണ്ട് അഴിച്ചെടുക്കണം. അതായിരുന്നു ഉണ്ണിക്കണ്ണൻ്റെ ഉദ്ദേശം. ഇത് മനസ്സിലാക്കിയ നാണു ഓടാൻ തുടങ്ങി. അങ്ങനെ കുറേ ഓടിയിട്ട് പെട്ടെന്ന് ഉണ്ണിക്കണ്ണന് നാണുവിൻ്റെ മുണ്ടിൽ പിടുത്തം കിട്ടി. ഉടനെ നാണു മുഖമടച്ചു വീണു. ഉണ്ണിക്കണ്ണൻ പുറകെ വന്ന് നാണുവിൻ്റെ ശരീരത്തിന് മുകളിൽ വീണു. അപ്പോഴേക്കും ആ ആനന്ദ ലഹരിയിൽ ഒരു സമാധി അവസ്ഥയിലായി നാണു. അപ്പോൾ ഗുരു കാണുന്നത്, അതുവരെ ഗുരുനാഥന് തോന്നിയത് താൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുകയാണ് എന്നായിരുന്നു. എന്നാൽ സമാധി അവസ്ഥയിൽ മൂർച്ഛിച്ചു വീണപ്പോൾ ആ വീണത് ഗുരുവിൻ്റെ മുന്നിലാണ്. അങ്ങനെ ഗുരു വിളിച്ചെഴുന്നേൽപ്പിച്ചു. എന്തു പറ്റി എന്ന് ചോദിച്ചു. അപ്പോൾ താൻ കണ്ട ആ ഉണ്ണിക്കണ്ണൻ്റെ രൂപത്തെ മനസ്സിലോർത്തുകൊണ്ട് ഇപ്രകാരം ഒരു പദ്യം ചൊല്ലുകയാണ് ചെയ്തത്. ഭൂയോ വൃത്തി നിവൃത്തിയായി ഭുവനവും സത്തിൽ തിരോഭൂതമായി പീയൂഷധ്വനി ലീനമായി ചുഴലവും ശോഭിച്ചു ദീപപ്രഭ മായാമൂടുപടം തുറന്നു മണിരംഗത്തിൽ പ്രകാശിക്കുമാ കായാവിൻ മലർമേനി കൗസ്തുഭമണിഗ്രീവന്റെ ദിവ്യോത്സവം. താൻ കണ്ട ഉണ്ണിക്കണ്ണൻ്റെ ആ കായാമ്പൂ വിഗ്രഹത്തെ മനസ്സിലോർത്തുകൊണ്ട് ഈ ലോകം മുഴുവൻ തന്നിൽ നിന്ന് മറഞ്ഞുപോയതായും പിന്നീടൊരു ഉത്സവമായിരുന്നു, ഉണ്ണിക്കണ്ണൻ്റെ ദർശനം ഒരു ഉത്സവമായി തീർന്നു എന്നായിരുന്നു ആ പദ്യത്തിൻ്റെ അർത്ഥം. ഇത് കേട്ടപ്പോൾ തന്നെ ആശാന് മനസ്സിലായി, ഇനി കാര്യമായിട്ടൊന്നും തൻ്റെ ശിഷ്യനെ പഠിപ്പിക്കാനില്ല. എല്ലാം അറിഞ്ഞവൻ തന്നെയാണ് തൻ്റെ ഈ ശിഷ്യനെന്ന് ആശാന് മനസ്സിലായി എന്നാണ് പറയുന്നത്. എന്തായാലും 2 വർഷത്തെ അവിടുത്തെ വിദ്യാഭ്യാസത്തിന് ശേഷം തിരിച്ച് നാട്ടിലേക്ക് വന്നു. അവിടെ ഒരു ചെറിയൊരു കുടിപ്പള്ളിക്കൂടം നിർമ്മിച്ച് അടുത്ത വീടുകളിലുള്ള കുട്ടികളെയൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് നാണു ആശാനായി മാറിയത്. ഈ കാലത്ത് ഗുരുദേവനെ വിവാഹം കഴിപ്പിക്കാൻ എല്ലാവരും നിർബന്ധിച്ചു. എന്നാൽ അപ്പോഴേക്കും സന്യാസത്തിനുള്ള അത്യുത്കടമായ ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്നതുകൊണ്ട് അതിന് മനസ്സുകൊണ്ട് തയ്യാറായിരുന്നില്ല വിവാഹത്തിന്. പക്ഷേ പണ്ട് മുതലേ അതെ ആരോടും എതിർത്തൊന്നും സംസാരിക്കുകയില്ല. അതുകൊണ്ട് അച്ഛനമ്മമാരെ വിഷമിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വിവാഹം ചെയ്തു എന്ന് മാത്രം. എന്നാൽ പിന്നീട് അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം എല്ലാ ബന്ധവും, അതിനു മുൻപേ തന്നെ വിവാഹബന്ധം ഒഴിവാക്കിയതുപോലെ തന്നെയായിരുന്നു, പിന്നീട് വീടുമായുള്ള ബന്ധവും ഉപേക്ഷിച്ച് നാണു ആശാൻ യാത്രയായി. ഒരു സഞ്ചാരിയായിട്ടങ്ങനെ യാത്ര ചെയ്യാൻ തുടങ്ങി. ഈ സമയത്ത് തിരുവനന്തപുരത്ത് തന്നെയുള്ള പല കുന്നുകളിലും ഗുഹകളിലുമൊക്കെയായി ഏകാന്തവാസത്തിലായിരുന്നു നാണു ആശാൻ. ആ സമയത്ത് തനിക്ക് കൂടുതൽ വേദാന്തത്തിൽ അറിവ് നേടണം എന്ന ആഗ്രഹം ഉണ്ടാവുകയും ആ ഒരു ആഗ്രഹത്തിനായിട്ട് വേദാന്തം പഠിക്കണം എന്ന ആഗ്രഹത്തോടെ ഒരു പരദേശി ബ്രാഹ്മണനായ രാമബ്രഹ്മസ്വാമിയുടെ അടുത്ത് ചെന്നു. എന്നാൽ അദ്ദേഹം ഗുരുദേവനെ അധിക്ഷേപിക്കുകയാണ് ചെയ്തത്. ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു. നിനക്ക് ഇതിനൊക്കെ അധികാരമുണ്ടെന്ന് നിനക്ക് എങ്ങനെ കരുതി എന്നാണ് ചോദിച്ചത്. രാമനാമം ജപിക്കാൻ മാത്രമേ നിങ്ങളെപ്പോലുള്ളവർക്ക് അധികാരമുള്ളൂ, അല്ലാതെ വേദാന്തം പഠിക്കാനൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ വളരെ നിരാശയോടെ സങ്കടത്തോടെ തിരിച്ചു പോന്നു. ഇത് തൻ്റെ വീടിനടുത്തുള്ള പൊടിപ്പറമ്പിൽ നാരായണപിള്ളയെ അറിയിച്ചു. എന്നിട്ട് അന്വേഷിച്ചു ആരെങ്കിലും ഇങ്ങനെ ജാതി ചിന്തകൾക്ക് അതീതമായിട്ട് വേദാന്തം പഠിപ്പിക്കുന്ന
ആരെങ്കിലും ഏതെങ്കിലും ഒരു മഹാനുഭാവൻ ഉണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ നാരായണപിള്ളയാണ് ചട്ടമ്പിസ്വാമികളെക്കുറിച്ച് ഗുരുദേവനോട് പറയുന്നത്. അങ്ങനെ ഗുരുദേവനും ചട്ടമ്പിസ്വാമികളുമായിട്ടുള്ള ആ സമാഗമം നടന്നു. ഈ സമയത്താണ് ഗുരുദേവന് ബാലാസുബ്രഹ്മണ്യ മന്ത്രം ഉപദേശിച്ചു കൊടുത്തത്. അതിനുശേഷം ഗുരുദേവനെയും കൂട്ടി ചട്ടമ്പിസ്വാമികൾ സ്വാമികളുടെയും ഗുരുവായ, അതായത് യോഗ ഗുരുവായ തൈക്കാട്ട് അയ്യാ ഗുരുക്കളുടെ അടുത്ത് ചെന്ന് അവിടെ നിന്ന് ഗുരുദേവനും യോഗമുറകൾ, ഹഠയോഗം തുടങ്ങിയ യോഗമുറകൾ അഭ്യസിച്ചു. രണ്ടുപേരും ഒരുമിച്ചാണ് ഒരു ഗുരുകുല വിദ്യാഭ്യാസം എന്ന പോലെ തൈക്കാട്ട് അയ്യാവുടെ അടുത്തു നിന്ന് പഠിച്ചത്. എന്നാൽ ഈ ഒരു കാര്യം വരുന്ന സമയത്ത് കേരളത്തിൽ 2 പക്ഷം തന്നെ നിലവിലുണ്ട്. അതുകൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് ചട്ടമ്പിസ്വാമികളെക്കുറിച്ച് പറയാൻ സ്വാമികളുടെ ജീവചരിത്രം വായിച്ചു നോക്കിയ സമയത്ത് ഒരുപാട് ജീവചരിത്രങ്ങൾ വായിച്ചു നോക്കി. അതിലെല്ലാം തന്നെ ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ പ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്. ചട്ടമ്പിസ്വാമികളിൽ നിന്ന് മന്ത്രദീക്ഷ സ്വീകരിച്ചു. പിന്നീട് 2 പേരും കൂടെ ചേർന്ന് തൈക്കാട്ട് അയ്യാവുടെ അടുത്ത് പോയി യോഗവിദ്യ അഭ്യസിച്ചു. എന്നാൽ ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ച് അറിയാൻ ഗുരുദേവ ചരിത്രം വായിച്ച സമയത്ത്, അതും ഒരുപാട് ചരിത്രങ്ങൾ വായിച്ചു, ലേഖനങ്ങളും വായിച്ചു, അതിലൊക്കെ തന്നെ ഇതിന് നേർവിപരീതമായിട്ടാണ് പറയുന്നത്. അതിൽ പറയുന്നത് ചട്ടമ്പിസ്വാമികളെ പരിചയപ്പെട്ടു. ചട്ടമ്പിസ്വാമികൾക്കും ഈ ബാലാസുബ്രഹ്മണ്യ മന്ത്രം ഉപദേശിച്ചു കൊടുത്തത് തൈക്കാട്ട് അയ്യാവ് ആണെന്നും, അങ്ങനെ തൻ്റെ ഗുരുവിൻ്റെ അടുത്തേക്ക് ചട്ടമ്പിസ്വാമികൾ ഗുരുദേവനെയും കൊണ്ടുപോയി ഗുരുദേവന് തൈക്കാട്ട് അയ്യാവ് ഗുരുക്കളാണ് സുബ്രഹ്മണ്യ മന്ത്രം ഉപദേശിച്ചത്. അങ്ങനെ ആ വഴി നോക്കിയാൽ തൈക്കാട്ട് അയ്യാവാണ് ഗുരുദേവൻ്റെ ദീക്ഷാഗുരു എന്ന് അവർ വാദിക്കുന്നു. 2 പക്ഷക്കാരും തങ്ങൾ പറയുന്നതാണ് ശരിയെന്ന് പല വാദങ്ങളിലൂടെ സമർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതെന്തൊക്കെയാണ് വാദങ്ങൾ എന്നും ഞാൻ പറയാം. ഇതൊന്നും എൻ്റെ അഭിപ്രായമല്ല, ഞാൻ വായിച്ച പുസ്തകങ്ങളിൽ നിന്ന് പറയുന്നതാണ്. ഇത് മലയാളികൾ അറിയണം, അതുകൊണ്ടാണിത് പറയുന്നത്. അതായത് ഗുരുദേവൻ്റെ ദീക്ഷാഗുരു തൈക്കാട്ട് അയ്യാവ് ഗുരുക്കളാണ് എന്ന് പറയുന്നവർ, അവരുടെ വാദം എന്താണെന്ന് വെച്ചാൽ, ഗുരുദേവൻ്റെ ആധികാരികമായ ചരിത്രം എഴുതിയത് മഹാകവി കുമാരനാശാനാണ്. അതും ഗുരുദേവൻ ജീവിച്ചിരിക്കെ എഴുതിയിട്ടുണ്ട്. അതിൽ കുമാരനാശാൻ പറയുന്നത്, ചട്ടമ്പിസ്വാമികളെ പരിചയപ്പെട്ടു, അവിടെ നിന്ന് തൈക്കാട്ട് അയ്യാവുടെ അടുത്ത് പോയി, സുബ്രഹ്മണ്യ ഉപാസകനായിട്ടുള്ള തൈക്കാട്ട് അയ്യാവുടെ അടുത്ത് നിന്ന് യോഗവിദ്യ പഠിച്ചു എന്നേ അതിൽ പറയുന്നുള്ളൂ. എങ്കിലും അതിനുശേഷമാണ് ഗുരുദേവൻ സുബ്രഹ്മണ്യ ഉപാസകനായത് എന്ന് കുമാരനാശാൻ അതിലെഴുതി വച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരൊറ്റ കാര്യം പറഞ്ഞാണ് അവർ വാദിക്കുന്നത്. അതായത് ഗുരുദേവൻ ജീവിച്ചിരിക്കെ ഇങ്ങനെയൊരു ജീവചരിത്രം വന്നു, അതിലെന്തെങ്കിലും തെറ്റുണ്ടായിരുന്നെങ്കിൽ ഗുരുദേവൻ തന്നെ തിരുത്തുമായിരുന്നല്ലോ എന്നാണ് അവരുടെ വാദം. എന്നാൽ അതേ വാദത്തെ മറുപക്ഷക്കാർ, അതായത് ചട്ടമ്പിസ്വാമികളിൽ നിന്നാണ് ദീക്ഷ സ്വീകരിച്ചത് എന്ന് പറയുന്ന അവർ പറയുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് അന്നേ വാദപ്രതിവാദങ്ങൾ പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് പന്നിശ്ശേരി നാണുപിള്ള എന്ന ആൾ ഗുരുദേവനോട് ചോദിച്ചു, അങ്ങയെക്കുറിച്ച് കുമാരനാശാൻ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഗുരുദേവൻ പറഞ്ഞുവത്രേ, അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമല്ലേ. പിന്നീട് ഇതുപോലെ ചട്ടമ്പിസ്വാമികളെയും ശ്രീനാരായണ ഗുരുദേവനെയും 40 വർഷമായി നേരിട്ടറിയാവുന്ന ഒരു മുൻ ആയുർവേദ ഡയറക്ടർ ആയിട്ടുള്ള ഡോക്ടർ KG ഗോപാലപിള്ള, അദ്ദേഹവും ഇതുപോലെ ഗുരുദേവനോട് വിശേഷങ്ങൾ ചോദിച്ചപ്പോൾ ഗുരുദേവൻ ഈ ഒരു വിവാദത്തിൽ ചട്ടമ്പിസ്വാമികൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് ഡോക്ടറോടാണ് ചോദിച്ചത്. അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത്, ഒരു വിഷമവും ഇല്ല, എൻ്റെ നാണനെ എനിക്കും എന്നെ നാണനും അറിയാം, തീക്കട്ടയിൽ ഉറുമ്പരിക്കാറില്ല എന്നാണ് ഉത്തരം പറഞ്ഞത് എന്ന് പിള്ള ഗുരുദേവനെ അറിയിച്ചു. എന്നിട്ട് ഗുരുദേവനോട് തന്നെ ചോദിച്ചു, യഥാർത്ഥത്തിൽ
എന്താണ് സത്യമെന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അച്ഛനെ അച്ഛനല്ല എന്ന് ആരും പറയാറില്ലല്ലോ എന്നാണത്രേ ഗുരുദേവൻ പറഞ്ഞത്. ഇതിനൊക്കെ പുറമെ ഇവർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ചട്ടമ്പിസ്വാമികളും ഗുരുദേവനും തമ്മിൽ പലപ്പോഴായി കണ്ടുമുട്ടിയതിൻ്റെയൊക്കെ രേഖകളുണ്ട്. അതുമാത്രമല്ല, ചട്ടമ്പിസ്വാമികളുടെ അവസാന കാലത്ത് തോട്ടുവയൽ ബംഗ്ലാവിൽ പോയ സമയത്ത് കുറച്ച് ദിവസം അവിടെ ഗുരുദേവൻ താമസിക്കുകയും ചെയ്തു. അന്ന് ചട്ടമ്പിസ്വാമികളുടെ അടുത്ത ശിഷ്യനെന്ന് എല്ലാവരും സമ്മതിച്ച തീർത്ഥപാദസ്വാമികളെ ഇടതുവശത്തും നാരായണ ഗുരുസ്വാമിയെ വലതുവശത്തും ഇരുത്തി ചട്ടമ്പിസ്വാമികൾ ഫോട്ടോ എടുക്കുകയും ചെയ്തു. ഇതൊക്കെ തന്നെ മലയാളികളോട് അല്ലെങ്കിൽ ഈ ഒരു വാദപ്രതിവാദം നടക്കുന്നവരോടുള്ള ഒരു ഉത്തരമായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ ഗുരുദേവൻ ജീവിച്ചിരിക്കെ തന്നെയാണ് തൈക്കാട്ടയ്യാവും ചട്ടമ്പിസ്വാമികളും സമാധിയായത്. അതുപോലെ ചട്ടമ്പിസ്വാമികളുടെ സമാധി അറിഞ്ഞ ഗുരുദേവൻ തന്നെ കൊണ്ടാണ് ഒരു ശ്ലോകം എഴുതിച്ചത്. അതായത് ഗുരുദേവൻ പറഞ്ഞിട്ട് താൻ എഴുതിയെടുത്തു എന്ന് ഗുരുദേവൻ്റെ ശിഷ്യൻ സുഗുണാനന്ദഗിരി ഇപ്രകാരം പറയുന്നുണ്ട്. അങ്ങനെ എഴുതിയ ശ്ലോകമാണ് ഇത്. 2 ശ്ലോകങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. സർവജ്ഞ ഋഷിരുത്ക്രാന്ത സദ്ഗുരു ശുഗവത്മന ആഭാതി പരമവ്യോംനി പരിപൂർണ കലാനിധി ലീലയാ കാലമധികം നീത്വാന്തെ സ മഹാപ്രഭു നിസ്വം വപുസ്സമുത്സൃജ്യ സ്വം ബ്രഹ്മ വപുഹു ആസ്ഥിതഃ വപുരാസ്ഥിതഃ. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: സർവജ്ഞത്വവും ഋഷിത്വവും സദ്ഗുരുത്വവും ശ്രീ ചട്ടമ്പിസ്വാമി തിരുവടികളിൽ ഒരുപോലെ പ്രകാശിച്ചിരുന്നു. അങ്ങനെയുള്ള സ്വാമി തിരുവടികൾ ശുഖമാർഗത്തിൽ കൂടെ പരാകാശത്തിൽ പരിപൂർണ കലാനിധിയായി പ്രകാശിക്കുന്നു. അതായത് സദ്യോമുക്തി നേടി യോഗികളുടെ മണ്ഡലത്തിൽ വികസിക്കുന്നു, യോഗികളുടെ മണ്ഡലത്തിൽ വിലസിക്കുന്നു എന്നാണ് ഈ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം, ആദ്യത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. രണ്ടാമത്തത്, ആ മഹാപ്രഭു നമ്മുടെ ഇടയിൽ വളരെ നാൾ വെറും വിനോദമാത്രനായി കഴിഞ്ഞതിന് ശേഷം തൻ്റേതല്ലാത്ത ഈ മർത്യശരീരം ഉപേക്ഷിച്ച് വീണ്ടും സ്വന്തം ബ്രഹ്മശരീരം കൈവരിച്ചിരിക്കുന്നു എന്നാണ് രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇതുകൂടാതെ ഗുരുദേവൻ തൻ്റെ നവമഞ്ചരി എന്ന കൃതിയുടെ ഭൂമികയിൽ ഗുരുവന്ദനം എന്ന രീതിയിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ശിശുനാമ ഗുരോരാജ്ഞാം കരോമി ശിരസാവഹൻ നവമഞ്ചരികാം ശുദ്ധീകർത്തുമർഹന്തി കോവിദഃ. ശിശുനാമ ഗുരു, ശിശു എന്ന അർത്ഥം വരുന്ന നാമത്തോടുകൂടിയ എൻ്റെ ഗുരു. അപ്പം ശിശു, കുഞ്ഞ്, കുഞ്ഞൻ പിള്ള. ഇങ്ങനെ ഒരു ശ്ലോകവും എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഗുരുദേവൻ്റെ കൃതികൾ പ്രസിദ്ധീകരിച്ചപ്പോൾ ഈ ശ്ലോകങ്ങളൊക്കെ തന്നെ ബോധപൂർവം ഒഴിവാക്കിയിരിക്കുന്നു എന്നാണ് ഈ പക്ഷക്കാർ പറയുന്നത്. എന്നാൽ ഇതൊക്കെ എഴുതി എന്നതിന് തെളിവും ഉണ്ട്. അതേസമയം തൈക്കാട്ടയ്യാവിൻ്റെ സമാധിയെക്കുറിച്ച് ശ്രീനാരായണ ഗുരുദേവൻ പ്രത്യേകിച്ചൊന്നും പറയാതിരുന്നത് എന്തുകൊണ്ടായിരിക്കും? ഒരേ നാട്ടിൽ ജീവിക്കുന്ന 2 മഹാത്മാക്കൾ ഒരാൾ മറ്റൊരാളുടെ സമാധി അറിയാതെ പോകുമോ എന്നൊക്കെയാണ് ഗുരുദേവൻ്റെ ദീക്ഷാഗുരു ചട്ടമ്പിസ്വാമികളാണ് എന്ന് പറയുന്നവർ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ. അപ്പോൾ ഇത് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിച്ചു, നിങ്ങളോട് പങ്കുവച്ചു എന്ന് മാത്രം. ഇതിൽ എനിക്ക് വ്യക്തിപരമായി യാതൊരു അഭിപ്രായവും ഇല്ല. ഇതൊക്കെ തന്നെ വായിച്ച കാര്യങ്ങൾ പറഞ്ഞതാണ്. പക്ഷേ ഇത് പറയണം എന്ന് തോന്നി. കാരണം ഇപ്പോഴും ഈ 2 പക്ഷത്തിൽ ഉള്ള ആളുകൾ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഇത്രയും വിശദീകരിച്ച് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടെ ഇവിടെ പറഞ്ഞു വെച്ചത്. എന്തായാലും ഈ വാദപ്രതിവാദങ്ങൾ അവിടെ ഒരു വഴിക്ക് നിൽക്കട്ടെ. ഗുരുദേവൻ സുബ്രഹ്മണ്യ ഉപാസകനായിരുന്നു എന്നത് ഒരു സത്യം തന്നെയാണ്. ഇതിലൂടെ ഒരുപാട് സിദ്ധികളും ഗുരുദേവന് ലഭിച്ചിരുന്നു.
ആ കാലത്ത് ഏകാന്ത സഞ്ചാരിയായിട്ട് തിരുവനന്തപുരത്ത് തന്നെ പല സ്ഥലങ്ങളിലും സഞ്ചരിച്ചു. അതിനിടയിൽ വേളിക്കടപ്പുറത്ത് കുറച്ചുനാൾ കുടിൽ കെട്ടി താമസിച്ചിരുന്നു. അപ്പോഴേക്കും ഗുരുദേവൻ്റെ പല സിദ്ധികളും, അത് വേണമെന്ന് വിചാരിച്ചിട്ടല്ല, പക്ഷേ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ അങ്ങനെയൊക്കെ ആളുകൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതായത് അന്നത്തെ കാലത്ത് വേളിക്കടപ്പുറത്ത് മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകൾക്കൊന്നും വേണ്ടത്ര മത്സ്യം കിട്ടാതിരിക്കുന്നതിനാൽ പല കുടുംബങ്ങളും ദാരിദ്ര്യത്തിലായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഗുരുസ്വാമി ആ വഴി നടന്ന് നീങ്ങിയ സമയത്ത് കുറച്ചുപേർ വള്ളം തള്ളിക്കൊണ്ടു പോകുന്നുണ്ടായിരുന്നു കടലിലേക്ക്. അപ്പോൾ ഗുരുദേവൻ പതുക്കെ തൻ്റെ കൈകൊണ്ടൊന്ന് തള്ളിക്കൊടുത്തു. അന്ന് ആ വള്ളത്തിൽ നിറയെ മീൻ കിട്ടി എന്നാണ് പറയുന്നത്. അങ്ങനെ അവർക്ക് വിശ്വാസമായി. ആ സ്വാമി എന്നാണ് അവരൊക്കെ വിളിക്കുന്നത്. സ്വാമിയുടെ അനുഗ്രഹമാണ് ഇന്ന് ഞങ്ങൾക്ക് ഇത്രയും മീൻ കിട്ടാൻ കാരണം എന്ന് അവർ എല്ലാവരോടും വിളിച്ചു പറയുകയും ചെയ്തു. അതുപോലെ ആ കടപ്പുറത്ത് ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്ന ഒരു അമ്മയും മകളും മാത്രമുള്ള ഒരു വീട്ടിലേക്ക് ഗുരുദേവൻ ചെന്നിട്ട് തനിക്ക് വിശക്കുന്നു, എന്തെങ്കിലും വേണം, ഭക്ഷണം തരണം എന്ന് പറഞ്ഞപ്പോൾ അവർ വളരെ വിഷമത്തോടുകൂടെ ഗുരുദേവനോട് പറഞ്ഞു, സ്വാമി, ഞങ്ങൾ തന്നെ ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി. അപ്പോൾ ഗുരുദേവൻ പുറത്ത് നിന്നിട്ടാണ് പറയുന്നത്. ഗുരുദേവൻ പറഞ്ഞു, ആ കുടുക്കയിൽ മാങ്ങാണ്ടി ഉണ്ടാകുമല്ലോ, നോക്കൂ എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീക്ക് അത്ഭുതമായി. ആ സ്ത്രീ പോയി നോക്കിയപ്പോൾ ആ കുടത്തിൽ കുറേ മാങ്ങാണ്ടികൾ ഉണക്കിയതുണ്ടായിരുന്നു. ആ സ്ത്രീക്ക് താൻ മറന്നുപോയതാണോ, ഇതെന്താണ് സംഭവിച്ചത് എന്നൊരു ആകെ ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു. എന്തായാലും പെട്ടെന്ന് തന്നെ അത് പൊടിച്ച് കുറുക്കി ഗുരുദേവന് ഭക്ഷിക്കാൻ കൊടുത്തു. മാത്രമല്ല അതിനുശേഷം ഗുരുദേവൻ അവരെ ഉപദേശിച്ചു, ഒന്നുമില്ല എന്ന് പറഞ്ഞ് നിൽക്കരുത്, എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യണം. അങ്ങനെ ആ കടപ്പുറത്ത് തന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന തൊഴിൽ ചെയ്യാൻ അവരെ ഉപദേശിക്കുകയും അങ്ങനെ അവർ അത് ചെയ്ത് കുടുംബം ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. ഇതൊക്കെ ഗുരുദേവൻ്റെ ഒരു അനുഗ്രഹമായിട്ടാണ് അവരെല്ലാം കണ്ടത്. അതുപോലെ കുടുംബങ്ങൾക്കിടയിൽ നടക്കുന്ന പ്രശ്നങ്ങളിലൊക്കെ ഗുരുദേവൻ ഇടപെട്ടിരുന്നു. പല കുടുംബങ്ങളിലും ദാരിദ്ര്യത്തിന് പുറമെ കുടുംബസ്ഥന്മാരുടെ അമിതമായ മദ്യപാനം കാരണം എപ്പോഴും വഴക്കും ബഹളവുമായിരുന്നു. അങ്ങനെ ഇത്തരത്തിൽ മദ്യപാനികളായ ആളുകളെ ഗുരുദേവൻ വിളിച്ച് ഉപദേശിച്ചു. അതിൻ്റെ ഫലമായിട്ടെന്നോണം അവർക്ക് ചില സമയത്ത് ചില വിഭ്രാന്തികൾ മനസ്സിൽ വരാൻ തുടങ്ങി. എന്തുകൊണ്ടോ പിന്നീട് അവർക്ക് മദ്യം കഴിക്കാൻ തോന്നാതെയായി. ഇനി എങ്ങാനും ഒരാഗ്രഹത്തിന് കഴിച്ചു പോയാൽ ഛർദ്ദിക്കാനും തുടങ്ങി. അതോടെ പല കുടുംബങ്ങളിലെയും ആളുകൾ മദ്യപാനം നിർത്തി. ആ കുടുംബത്തിന് അത് വലിയൊരു ആശ്വാസമാവുകയും ചെയ്തു. ഇങ്ങനെ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നാണ് ഗുരുദേവൻ എല്ലാവർക്കും ആശ്വാസം അരുളിയത്. അതുപോലെ തന്നെ ഗുരുദേവൻ പണ്ട് മുതലേ ഓരോ പച്ചിലകൾ പറിച്ച് അതിൻ്റെ ഔഷധ ഗുണങ്ങൾ സ്വയം പരീക്ഷിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുഷ്ഠരോഗം പോലെയുള്ള അസുഖങ്ങൾ കാരണം പലരും വെറുത്ത് മാറ്റി നിർത്തിയിരുന്നവരെയൊക്കെ ഗുരുദേവൻ തൻ്റെ കൈകൊണ്ട് പച്ചില അരച്ച് അവരുടെ ശരീരത്തിൽ പുരട്ടി ആ അസുഖം മാറ്റിക്കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും സ്വാമിയാണ് എന്ന രീതിയിൽ തന്നെ കുറേ നാൾ ആ പ്രദേശത്ത് ഗുരുദേവൻ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് പഴനി തുടങ്ങിയ ദക്ഷിണദേശത്തെ തീർത്ഥസ്ഥലങ്ങളിൽ പോയി തിരിച്ചു വന്ന് മരുത്വാമലയിൽ ഒരുപാട് നാൾ തപസ് ചെയ്തു. അങ്ങനെയാണ് ആത്മജ്ഞാനം നേടിയത് എന്നാണ് പറയപ്പെടുന്നത്. സന്യാസ ദീക്ഷ പ്രത്യേകിച്ച് ആരും കൊടുത്തതായിട്ട് പറയുന്നില്ല. അങ്ങനെ അങ്ങ് അറിയപ്പെടുകയായിരുന്നു. നാരായണൻ എന്ന ചെറുപ്പത്തിലെ പേര് തന്നെ ആളുകൾ ഗുരുസ്വാമി എന്ന് വിളിച്ചു, ഗുരുദേവൻ എന്ന് വിളിച്ചു. അങ്ങനെ ശ്രീനാരായണ ഗുരുദേവൻ എന്ന പേര് അങ്ങനെ അങ്ങ് വന്നു ചേർന്നതാണ്. ഇതിനിടയിൽ തിരുവനന്തപുരത്ത് വസിക്കുന്ന ഒരു യോഗിനി അമ്മ, അവർ ജീവസമാധിയിലാണ്, എപ്പോഴും കണ്ണടച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. പക്ഷെ അവിടേക്ക് ഗുരുദേവൻ വന്നു ചേർന്നപ്പോൾ കണ്ണടച്ചുകൊണ്ട് തന്നെ ഗുരുദേവനെ വിളിച്ച് സംസാരിച്ചു. അത് അവിടെ കൂടിയിരുന്ന മറ്റു ഭക്തജനങ്ങൾക്കൊക്കെ ഒരു അത്ഭുതമായിരുന്നു. എങ്ങനെയാണ് ഗുരുദേവൻ്റെ സാന്നിധ്യം ആ അമ്മ അറിഞ്ഞത് എന്ന്. ഇതിലൂടെ തന്നെ ഗുരുദേവൻ്റെ പ്രശസ്തി
ആ ആളുകൾക്കിടയിൽ അവിടെ ആ പ്രദേശത്ത് വർദ്ധിക്കുകയായിരുന്നു. ഇങ്ങനെയുള്ള സഞ്ചാരങ്ങൾക്ക് ഒടുവിലാണ് അരുവിപ്പുറം എന്ന മനോഹരമായ കാട്ടുപ്രദേശത്ത് ഗുരുദേവൻ എത്തിച്ചേരുന്നത്. അവിടെ തപസ് ചെയ്യാൻ നല്ലൊരു സ്ഥലമാണ് എന്ന് മനസ്സിലാക്കി ഗുരുദേവൻ അവിടെ ഇരുന്ന് തപസ് ചെയ്തു. ഇതിനു മുൻപ് നേരത്തെ പറഞ്ഞതുപോലെ ഗുരുദേവന്റെ അനുഗ്രഹം സിദ്ധിച്ചിട്ടുള്ള സാധാരണക്കാരായ ആളുകൾ ഗുരുദേവനെ തേടി കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. ഗുരുദേവൻ അരുവിപ്പുറത്ത് അവിടെ ധ്യാനത്തിലിരിക്കുന്നു എന്നറിഞ്ഞ് എല്ലാവരും അങ്ങോട്ട് ചെന്നു. ഇതിനിടയിൽ തന്നെ നാട്ടിൽ നടക്കുന്ന പല ദുഷിച്ച ആചാരങ്ങളും ഗുരുദേവനെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. അതിൽ പ്രധാനമായിട്ട് താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രത്തിൽ പ്രവേശനം നിഷേധിക്കുന്നത് ഗുരുദേവനെ വല്ലാതെ വേദനിപ്പിച്ചു. ഇവിടെ ഈ അരുവിപ്പുറത്ത് ഒരുപാട് പേർ നിത്യസന്ദർശനത്തിനായിട്ട് ഗുരുദേവനെ കാണാനായിട്ട് വരുന്നു. അവിടെ പല ശിഷ്യന്മാരും എത്തിത്തുടങ്ങി. പലരും ഗുരുദേവന്റെ ശിഷ്യന്മാരായി. അങ്ങനെ എല്ലാം കൊണ്ടും അരുവിപ്പുറത്തെ ഒരു സന്യാസി മഠമാക്കിയും ഒരു ക്ഷേത്രവും ആക്കി തീർക്കാൻ ഗുരുദേവൻ നിശ്ചയിച്ചു. അങ്ങനെ ഒരു ശിവരാത്രി ദിവസം രാത്രി 12 മണി സമയത്ത് തൊട്ടടുത്തുള്ള നദിയിൽ ഗുരുദേവൻ ഇറങ്ങി. കയ്യിൽ ഒരു ശിവലിംഗത്തിൻ്റെ ഏകദേശം ആകൃതിയിലുള്ള ഒരു കല്ല് അതെടുത്ത് മുകളിലേക്ക് വന്നിട്ട് ധ്യാനനിഷ്ഠനായി കുറേ സമയം ഇരുന്നു. ഗുരുദേവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരങ്ങനെ ധാരധാരയായിട്ട് ഒഴുകുന്നുണ്ടായിരുന്നു. ഏകദേശം 3 മണിക്കൂറാണ് ഈ വിഗ്രഹവും കയ്യിൽ വെച്ച്. യഥാർത്ഥത്തിൽ അതൊരു കല്ല് മാത്രമായിരുന്നു. പക്ഷേ ഗുരുദേവൻ തൻ്റെ ചൈതന്യത്തെ മുഴുവൻ അതിലേക്ക് ആവാഹിക്കുന്നത് പോലെ 3 മണിക്കൂർ നേരം അതെടുത്ത് നിന്ന് അങ്ങനെ ആ കണ്ണുനീര് കൊണ്ട് തന്നെ അഭിഷേകം ചെയ്ത് അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. അങ്ങനെ ഗുരുദേവൻ ആദ്യമായി പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണ് അരുവിപ്പുറം ശിവക്ഷേത്രം. ഇങ്ങനെ പ്രതിഷ്ഠിച്ചതിൽ തീർച്ചയായും അന്നത്തെ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെന്ന് വിചാരിക്കുന്നവർക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അവർ വന്നിട്ട് ചോദിച്ചു, ബ്രാഹ്മണന്മാർ ചെയ്യേണ്ട പ്രതിഷ്ഠാകർമ്മം ഈഴവനായ താങ്കൾ എങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ സ്വാമി വളരെ സൗമ്യനായിട്ട് ഉത്തരം പറഞ്ഞു, ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത് എന്ന് കരുതിക്കോളൂ. പിന്നെ അവർക്ക് ഉത്തരമില്ല. അരുവിപ്പുറം ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിലാണ് ഗുരുദേവന്റെ പ്രശസ്തമായ ഈ ഒരു 4 വരി ശ്ലോകം എഴുതി വച്ചത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ഇവിടെ ജാതിയില്ല, മതമില്ല, അങ്ങനെയുള്ള ഒരു ദ്വേഷവും ഈ മതിൽക്കെട്ടിനുള്ളിൽ പാടില്ല. അവിടെ ക്ഷേത്രത്തിൽ പരികർമ്മികളായിട്ട് ഗുരുദേവൻ തൻ്റെ ശിഷ്യന്മാരെ തന്നെയാണ് ഏർപ്പാടാക്കിയത്. ഒരു ജാതിയും നോക്കിയില്ല. ഭഗവാനിലുള്ള വിശ്വാസം മാത്രമാണ് പൂജ ചെയ്യാനുള്ള ഒരേ ഒരു അർഹത എന്നാണ് ഗുരുദേവൻ വിശ്വസിച്ചത്. പിന്നീട് അങ്ങോട്ട് ഗുരുദേവൻ ഒരുപാട് ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചു. അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു അഞ്ചുതെങ്ങിലുള്ള ജ്ഞാനേശ്വര ക്ഷേത്രം, കോഴിക്കോടുള്ള ശ്രീകണ്ഠേശ്വര ക്ഷേത്രം, തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം, അതുപോലെ മംഗലാപുരത്ത് തൃപ്പതീശ്വര ക്ഷേത്രം എന്നൊരു ക്ഷേത്രവും സ്ഥാപിച്ചു. ഇങ്ങനെ ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിക്കാനുള്ള പ്രചോദനം തന്നെ ആളുകളിൽ ഈശ്വരവിശ്വാസമുണ്ടാവും, ഒപ്പം ശുചിത്വബോധം ഉണ്ടാകും. എന്തായാലും കുളിച്ചിട്ടേ അമ്പലത്തിൽ പോകാവൂ എന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ ശരീരശുദ്ധി ഉണ്ടാകും, ഒപ്പം മനഃശുദ്ധിയും വരുത്തണം. അതിൻ്റെ കൂടെ ഒരു സംഘടനാബോധം ഉണ്ടാകും. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കിടയിൽ ഒരു സംഘടനാബോധം ഉണ്ടാകും. അതവരെ ശക്തരാക്കും. സംഘടിച്ച് ശക്തരാവുക എന്നത് ഗുരുദേവന്റെ വാക്കുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുപോലെ തന്നെ ഗുരുദേവൻ ഇങ്ങനെ സാത്വിക പ്രതിഷ്ഠയാണ് ചെയ്യാറുള്ളത്. അതിനിടയിൽ തന്നെ പല ദേവീക്ഷേത്രങ്ങളിലും അതുപോലെ ഭൂതപ്രേതാദികളെയൊക്കെ ഈ മാടൻ ഇങ്ങനെയുള്ള ചില താഴ്ന്ന താമസിക ഗുണമുള്ള ദേവീദേവന്മാരെ ആരാധിക്കുന്നിടത്തൊക്കെ തന്നെ മൃഗബലി വളരെയധികം ഉണ്ടായിരുന്നു. അതിനെയൊക്കെ ഗുരുദേവൻ ഇല്ലാതാക്കി. ആളുകൾക്ക് അത്തരത്തിലുള്ള അവബോധം കൊടുത്തു. മൃഗങ്ങളെ കൊന്നിട്ടല്ല ഈശ്വരനെ പ്രീതിപ്പെടുത്തേണ്ടത്. അങ്ങനെ പല ദേവീക്ഷേത്രങ്ങളിലും ഇത്തരത്തിലുള്ള ജന്തുബലി
ഇല്ലാതാക്കി അവിടെ സാത്വിക പ്രതിഷ്ഠയും നടത്തി ഗുരുദേവൻ. ഏകദേശം 45ഓളം ക്ഷേത്രങ്ങൾ ഗുരുദേവൻ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്, ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. 1903 അരുവിപ്പുറം ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന ഒരു സംഘടന, ക്ഷേത്രത്തിൻ്റെ ആ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുണ്ടായിരുന്ന സംഘടനയെ പിന്നീട് ശ്രീനാരായണ പരിപാലന സംഘമാക്കി മാറ്റി. ഇങ്ങനെയാണ് SNDP എന്ന ആ ഒരു സംഘടന നിലവിൽ വരുന്നത്. ഇതിലൂടെ സംഘടിച്ച് ശക്തരാവുക എന്ന പ്രധാന ഉദ്ദേശമാണ് ഗുരുദേവൻ ഈ ലോകത്തിന് കാഴ്ചവെച്ചത്. പിന്നീട് പല രീതിയിലും സമൂഹത്തിന് വേണ്ടുന്ന നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഈ സംഘടനയിലൂടെ ഗുരുദേവൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ആ നാട്ടിൽ വളരെ പ്രചാരത്തിലിരുന്ന കെട്ടുകല്യാണം, അതായത് ചെറിയ പെൺകുട്ടികളെ ചെറിയ ആൺകുട്ടികളുമായിട്ട് കൂട്ടമായിട്ട് കല്യാണം കഴിപ്പിച്ചയക്കുക, അതൊരു ചടങ്ങ് പോലെ ചെയ്തിട്ട് അവിടെ നിർത്തും. എന്നിട്ട് വലുതാകുമ്പോൾ ചിലപ്പോൾ ഇവർ തന്നെ ആവാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കല്യാണം കഴിക്കേണ്ടി വരുന്ന അവസ്ഥ. ഇതൊക്കെ തന്നെ ഗുരുദേവൻ നേരിട്ട് ഇടപെട്ട് ഇല്ലാതാക്കി. മാത്രമല്ല, പെൺകുട്ടികളെ പഠിക്കാൻ അയക്കണം, അല്ലാതെ വിവാഹം കഴിപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിലല്ല അവരെ വളർത്തേണ്ടത്, അവരും പഠിക്കണം. അങ്ങനെ സ്ത്രീകളെയും ഉദ്ബോധിപ്പിച്ചു വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകത എന്താണെന്ന്. സമൂഹത്തിൽ ഇറങ്ങിച്ചെന്ന് അവരെ എല്ലാ തരത്തിലുള്ള അവരുടെ അനാചാരങ്ങളും, ഇത്തരത്തിലുള്ള കെട്ടുകല്യാണം പോലെയുള്ള അനാചാരങ്ങളൊക്കെ നിർത്തലാക്കാൻ ഗുരുദേവൻ വളരെയധികം പരിശ്രമിച്ചിരുന്നു. അരുവിപ്പുറത്ത് കുറേ നാൾ താമസിച്ചു എങ്കിലും പിന്നീടും തൻ്റെ സഞ്ചാരം തുടർന്നു. ഒരുപാട് തീർത്ഥസ്ഥലങ്ങളിൽ പോയിരുന്നു. ഇതിനിടയിൽ വർക്കലയിൽ നിറയെ കുന്നുകളുള്ള മനോഹരമായ സ്ഥലം ഗുരുദേവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവിടെ പലപ്പോഴും വന്ന് ധ്യാനിച്ചിരിക്കാറുണ്ട്. അതിൽ ഒരു കുന്ന് ആരുടെയും പേരിൽ പതിച്ചിട്ടില്ല എന്ന് അറിഞ്ഞപ്പോൾ അവിടെ ഒരു കുടിൽ കെട്ടി താമസമായി. പതുക്കെ അരുവിപ്പുറത്തെന്നതുപോലെ ഗുരുദേവനെ കാണാൻ വേണ്ടി ഭക്തജനങ്ങൾ ഈ വർക്കലയിലും വന്നു തുടങ്ങി. അങ്ങനെ ഗിരികൾ ഉള്ള സ്ഥലം ശിവഗിരിയായി മാറി. ഇതാണ് ഇന്നത്തെ ശിവഗിരി മഠം. ശിവഗിരി മഠത്തിൽ തന്നെ ഒരു ശാരദാദേവി ക്ഷേത്രവും പ്രതിഷ്ഠിച്ചു. ആ സമയത്താണ് ഗുരുദേവൻ പ്രശസ്തമായ ജനനി നവരത്ന മഞ്ജരി രചിച്ചത്. ശിവഗിരി മഠം വളരെ പ്രശസ്തമായി തീർന്നു. അതുപോലെ അവിടെ സംസ്കൃത വിദ്യാലയം ഉണ്ടായിരുന്നു. അതിനു പുറമെ ഇംഗ്ലീഷ്, കണക്ക് തുടങ്ങിയ വിഷയങ്ങളും പഠിപ്പിക്കാൻ അധ്യാപകരെ നിയമിച്ചു. ഇതുകൂടാതെ ഗുരുദേവൻ ഇടയ്ക്കിടെ ആലുവയിലും സന്ദർശനം നടത്താറുണ്ടായിരുന്നു. മുൻപ് അരുവിപ്പുറത്ത് നിന്ന് വർക്കലയിലേക്ക് വന്നതുപോലെ പതുക്കെ തൻ്റെ വാസം വർക്കലയിൽ നിന്ന് ആലുവയിലേക്ക് മാറ്റി. അവിടെ ഒരു അദ്വൈതാശ്രമം സ്ഥാപിക്കണമെന്ന് ഗുരു അത്യധികം ആഗ്രഹിച്ചു. അതായത് മതഭേദങ്ങളൊന്നുമില്ലാതെ എല്ലാവർക്കും എല്ലാ വിഷയത്തെക്കുറിച്ചും ഉപനിഷത്തുക്കളും സംസ്കൃതവും വേദാന്തവും എല്ലാം പഠിക്കാൻ ഒരു വിദ്യാലയം. അതായിരുന്നു അദ്വൈതാശ്രമത്തിലൂടെ ഗുരുദേവൻ ആഗ്രഹിച്ചത്. അങ്ങനെ ആ മഠവും സ്ഥാപിതമായി. ഓം സാഹോദര്യം സർവത്ര എന്നതായിരുന്നു അദ്വൈതാശ്രമത്തിൻ്റെ ആ മന്ത്രം തന്നെ. അവിടുത്തെ ഒരു ശ്ലോകൻ പോലെ എഴുതി വെച്ചത് ഇതായിരുന്നു. മാത്രമല്ല, ഗുരുദേവൻ ഇങ്ങനെ പലയിടത്തും സഞ്ചരിച്ച് ഒരുപാട് ക്ഷേത്രങ്ങളും മഠങ്ങളും ഒക്കെ സ്ഥാപിച്ചതിൻ്റെ ഉദ്ദേശം ഗുരുദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ മനുഷ്യ ജീവിതത്തിൽ മനുഷ്യർക്ക് ചെയ്യാൻ കാര്യമായിട്ടൊന്നുമില്ല. നല്ല കർമ്മങ്ങൾ അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരനും സുഖത്തിനായി വരണം. ഇതുപോലെ അവനവന് നന്മ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അത് മറ്റുള്ളവർക്കും നന്മയുണ്ടാക്കുന്നുവെങ്കിൽ അതിൽ പരം ഒരു പുണ്യം ഒരു മനുഷ്യന് വേറെ ചെയ്യാനില്ല. അത് ഗുരുദേവൻ പറഞ്ഞത് ഇങ്ങനെയാണ്: അന്ത്യം വരെയും കർമ്മം ചെയ്തിങ് അസംഗനായി ചരിക്കുകയല്ലാതില്ലൊന്നും നരന് ചെയ്തിടാൻ. വേറെ ഒന്നും ഇവിടെ നിന്ന് നിങ്ങൾക്ക് നേടാനില്ല. ആയുസ്സുള്ളിടത്തോളം മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ നല്ല പ്രവൃത്തികൾ ചെയ്ത്, എന്നാൽ അസംഗനായി, ഭഗവാൻ ഗീതയിൽ പറഞ്ഞതുപോലെ ഫലാസക്തിയില്ലാതെ
താൻ ഇങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുവല്ലോ എന്ന ആസക്തിയൊന്നുമില്ലാതെ ആ ചെയ്യുന്നതിലുള്ള സന്തോഷത്തോടെ ഓരോ കർമ്മങ്ങൾ ചെയ്തങ്ങിരിക്കുക, മരണം വരേക്കും അങ്ങനെ അങ്ങ് ജീവിക്കുക, വേറെ ഒന്നും നമുക്കിവിടെ ചെയ്യാനില്ല. ഇങ്ങനെയൊക്കെ ആളുകളെ ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുദേവന്റെ അനുയായികളിൽ നിന്ന് തന്നെ ചില വിഷമതകൾ, അതായത് മനസ്സിനെ വിഷമിപ്പിക്കുന്ന ചില സംഭവങ്ങൾ ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതായത് ഗുരുദേവൻ ഈ ക്ഷേത്രങ്ങളൊക്കെ പ്രതിഷ്ഠിക്കാൻ കാരണം താഴ്ന്ന ജാതിക്കാരെ ക്ഷേത്രത്തിൽ കയറ്റാത്തത് കൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും കയറാൻ, എല്ലാവർക്കും ഈശ്വര ആരാധന നടത്താനാണ് ഗുരുദേവൻ ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചത്. അവിടെ ഗുരുദേവന്റെ ശിഷ്യന്മാരെയാണ് പരികർമ്മികളായിട്ട് വെച്ചത്. എന്നാൽ പിന്നീട് അവർക്ക് ഇത്തരത്തിൽ ഉള്ള ഒരു അയിത്തം, അതായത് മറ്റുള്ളവരോട് തൊട്ടുകൂടായ്മ കാണിച്ചു തുടങ്ങി. അവരെക്കാളും താഴ്ന്ന ജാതിക്കാരെ ക്ഷേത്രത്തിൽ കയറ്റാതായി. ഇങ്ങനെയൊരു വിവരം അറിഞ്ഞപ്പോൾ, പ്രത്യേകിച്ച് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ഇങ്ങനെ നടക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഗുരുദേവന് വലിയ വിഷമമായി. ഗുരുദേവൻ തന്നെ അവിടെ ചെന്നു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഈ ക്ഷേത്രത്തിന് ജഗന്നാഥ ക്ഷേത്രം എന്ന് പേരിടാൻ തന്നെ കാരണം ഒറീസയിലെ പുരി ജഗന്നാഥ ക്ഷേത്രം പോലെ നാനാജാതി മതസ്ഥരെ ഈശ്വര ആരാധനയ്ക്കായിട്ട് ആകർഷിക്കുന്ന സ്ഥലമായിരിക്കണം, എല്ലാവർക്കും വരാൻ സാധിക്കുന്ന ഒരിടമായിരിക്കണം ഇത്. എന്തിനാണ് നിങ്ങൾ മറ്റുള്ളവരെ ഇങ്ങനെ മാറ്റി നിർത്തുന്നത്? അവരെ കയറ്റിക്കൂടെ എന്ന് ഗുരുദേവൻ അങ്ങോട്ട് അഭ്യർത്ഥിക്കേണ്ടി വന്നു. എന്നിട്ടും അതിൽ ഒരാൾ പറഞ്ഞത്, അത് പിന്നെ പെട്ടെന്ന് എങ്ങനെയാ, 1 വർഷം കഴിയട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരുദേവൻ കണ്ണടച്ചിരുന്നു. ഗുരുദേവന്റെ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീരങ്ങനെ വീണു. അതിൻ്റെ അനന്തരഫലം എന്നോണം ഇടിവെട്ടി മഴ പെയ്തു. അപ്പോൾ മഴയ്ക്ക് വർഷം എന്നൊരു പര്യായമുണ്ട്. ഗുരുദേവൻ ചോദിച്ചു, 1 വർഷം കഴിഞ്ഞല്ലോ, ഇനി കയറ്റാലോ? അവർക്ക് തല താഴ്ത്തേണ്ടി വന്നു. ഇങ്ങനെ ഗുരുദേവൻ ജീവിച്ചിരിക്കെ തന്നെ അനുയായികളിൽ നിന്ന് ഇത്തരത്തിലുള്ള പല വിഷമങ്ങൾ നേരിട്ടിട്ടും ഉണ്ട്. ക്ഷേത്രങ്ങളും മഠങ്ങളും സ്ഥാപിക്കുക മാത്രമല്ല, അവയുടെയൊക്കെ നടത്തിപ്പിനായിട്ട് പറ്റാവുന്നത്ര സ്ഥലങ്ങളിൽ നിന്ന് സംഭാവനകൾ സ്വീകരിക്കാനും ഗുരുദേവന് ഒരു മടിയും ഇല്ലായിരുന്നു. കാരണം ക്ഷേത്രങ്ങളും ഇത്തരത്തിലുള്ള മഠങ്ങളും ഓരോ നാടിനും അത്യാവശ്യമാണ്. ആളുകളിൽ ഭൗതികമായ അഭിവൃദ്ധിക്കൊപ്പം തന്നെ ആത്മീയമായ അഭിവൃദ്ധിയും ഉണ്ടാകണം. അതിന് ഇത്തരം ക്ഷേത്രങ്ങളും ആധ്യാത്മിക കേന്ദ്രങ്ങളും വളരെയധികം സഹായം ചെയ്യുമെന്ന് ഗുരുദേവൻ അറിയാം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ നിലനിൽപ്പിനായിട്ട് ഗുരുദേവൻ പറ്റാവുന്നത്ര സംഭാവനകൾ സമാഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ ഗുരുദേവനെ വിഷമിപ്പിച്ച മറ്റൊരു സംഭവമായിരുന്നു, ഒരു സർക്കാർ വക സ്കൂളിൽ നിന്ന് പുലയ ജാതിയിൽപ്പെട്ട കുട്ടികളെയൊക്കെ ഇറക്കി വിട്ടു. അതിന് നായർ സമുദായത്തിലുള്ള കുറേ പേരാണ് നേതൃത്വം കൊടുത്തത്. അതുമാത്രമല്ല, ഈഴവ സമുദായത്തിലെ ചില പ്രമാണിമാരും ഈ കാര്യത്തിൽ ഒന്നിച്ചു നിന്നു. ഇത് ഗുരുദേവന് വല്ലാത്ത വിഷമമുണ്ടാക്കി. അതിനുശേഷം എവിടെ പോയാലും താഴ്ന്ന ജാതിയിൽപ്പെട്ട ഇത്തരത്തിലുള്ള കുട്ടികളെയും ആളുകളെയും സംഘടിപ്പിച്ച് അവരോടും സംഘടിച്ച് ശക്തരാകാൻ ഗുരുദേവൻ ആഹ്വാനം ചെയ്തു. മാത്രമല്ല, പുലയ സമുദായത്തിനു വേണ്ടി ഓരോരോ സഭകൾ ഓരോ നാട്ടിലും ഗുരുദേവൻ തന്നെ അതിന് നേതൃത്വം കൊടുത്തു. എന്നിട്ട് അവരിലുള്ള കുട്ടികളിൽ നിന്ന് തന്നെ ഓരോ കുട്ടികളെ തിരഞ്ഞെടുത്ത് അവരെ കൊണ്ട് പ്രസംഗം തുടങ്ങിയവ പരിശീലിപ്പിച്ചു. അവർക്ക് വിദ്യ കൊടുക്കാനായിട്ട് സ്കൂളുകൾ സ്ഥാപിച്ചു. ഇങ്ങനെ ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങളും ഗുരുദേവൻ ചെയ്തു വന്നിട്ടുണ്ട്. 1916 ഗുരുദേവന്റെ ശിഷ്യനായ ഗോവിന്ദാനന്ദ കാഞ്ചീപുരം, തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്ത് ശ്രീനാരായണ സേവാശ്രമം എന്ന പേരിൽ ഒരു ആശ്രമം തുടങ്ങി. ഇതിൻ്റെ ഉദ്ഘാടനത്തിനായിട്ട് ഗുരുദേവൻ തൻ്റെ കുറച്ച് ശിഷ്യന്മാരോടുകൂടെ അവിടെ പോയി. ആ ആശ്രമത്തിൻ്റെ ഉദ്ഘാടനത്തിന് തമിഴ്നാട്ടിലെ പല ആശ്രമങ്ങളിലെയും മഠാധിപതികളും മറ്റ് ശിഷ്യന്മാരും ഒക്കെ വന്നിരുന്നു. അതിൽ ഒരാളായിരുന്നു രമണാശ്രമത്തിലെ പളനിസ്വാമി.
പളനിസ്വാമി യഥാർത്ഥത്തിൽ മലയാളിയായിരുന്നു. മാത്രമല്ല മുൻപ് ശിവഗിരിയിൽ വന്ന് ഗുരുദേവനെ കണ്ടിട്ടുമുണ്ട്. അതുകൊണ്ട് തിരുവണ്ണാമലയിൽ വന്ന് രമണ മഹർഷിയെ ഒന്ന് കാണണം എന്ന് ഗുരുദേവനോട് അഭ്യർത്ഥിച്ചപ്പോൾ ശരി, ഞാൻ വരാം എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ 10 മണിയൊക്കെ ആയ സമയത്ത് രമണ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് ഗുരുദേവൻ തൻ്റെ ശിഷ്യന്മാരോടൊപ്പം ചെന്നു. ആ സമയത്ത് രമണ മഹർഷി മുകളിൽ സ്കന്ധാശ്രമത്തിലായിരുന്നു. എങ്കിൽ വരൂ, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം എന്ന് പറഞ്ഞ് ഗുരുദേവൻ ശിഷ്യന്മാരോടൊപ്പം മല കയറി. ഇതേ സമയം ഗുരുദേവൻ വന്നിട്ടുണ്ടെന്നറിഞ്ഞ് രമണ മഹർഷി താഴേക്ക് വരാൻ പോവുകയായിരുന്നു. അപ്പോഴേക്കും ഗുരുദേവൻ അവിടെ എത്തി. എന്നാൽ സാധാരണ നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വന്നാൽ സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കുകയും കുശലപ്രശ്നങ്ങൾ നടത്തുകയും ചെയ്യും. എന്നാൽ ഇവിടെ വളരെ വ്യത്യസ്തമായിരുന്നു ഗുരുദേവൻ്റെയും രമണ മഹർഷിയുടെയും ഉപചാരം. അവർ രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. കുറച്ചു ദൂരത്തായിട്ട് രമണ മഹർഷിയും അവിടെ ഒരു ചമ്പാമരത്തിൻ്റെ ചുവട്ടിലായിട്ട് ഗുരുദേവനും ഇരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഗുരുദേവൻ്റെ ശിഷ്യന്മാർ രമണ മഹർഷിയുടെ തൊട്ടടുത്ത് പോയിരുന്നിട്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഗുരുദേവൻ രചിച്ച പല ഗ്രന്ഥങ്ങളെക്കുറിച്ച് വായിച്ച് കേൾപ്പിക്കുകയും ഒക്കെ ചെയ്തു. എന്നിട്ട് ഗുരുദേവൻ്റെ അടുത്തേക്ക് എത്തിയ ശിഷ്യന്മാരോട് ഗുരുദേവൻ ചോദിച്ചു, നിങ്ങൾ അവനെ കണ്ടോ? അതായത് രമണ മഹർഷിയെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ഓ, കണ്ടു എന്ന് പറഞ്ഞു. ശരിക്കും കണ്ടോ? കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, ഓ, അപ്പം ഞാൻ മാത്രമേ കാണാതുള്ളൂ അല്ലേ? യഥാർത്ഥത്തിൽ കണ്ടോ എന്ന് ചോദിച്ചത് ഈ ഭൗതിക ശരീരം കണ്ടോ എന്നല്ല, രമണ മഹർഷി ആരാണെന്ന് മനസ്സിലായോ എന്നാണ് ചോദിച്ചത്. യഥാർത്ഥത്തിൽ അവർക്ക് രണ്ടുപേർക്കുമാണ് പരസ്പരം മനസ്സിലായത്, മറ്റാർക്കും മനസ്സിലായില്ല. അങ്ങനെ വൈകുന്നേരം വരെ ഇരുന്നു. അതിനിടയിൽ ഉണ്ണാൻ വിളിച്ചു, പോയി ഉണ്ടിട്ട് തിരിച്ച് വീണ്ടും അവിടെ വന്നിരുന്നു. ആ സമയത്ത് തൻ്റെ ഒരു ശിഷ്യന് കുറച്ച് ശ്ലോകങ്ങൾ പറഞ്ഞു കൊടുത്തു. അത് എഴുതിച്ചിട്ട് രമണാശ്രമത്തിൽ അവിടെ സമർപ്പിച്ചു. അതാണ് നിർവൃത്തി പഞ്ചകം. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഈ ലൗകികരായ ആളുകൾക്കാണ് എപ്പോൾ വന്നു, എവിടെ നിന്ന് വന്നു, എന്താ ജാതി, ഇതൊക്കെ അവരുടെ വിശേഷങ്ങളാണ്. എന്നാൽ ആ പരമാത്മാവാകുന്ന ചിദാകാശത്ത് വിഹരിക്കുന്ന യഥാർത്ഥത്തിൽ പരമഹംസന്മാരായ ഇവർക്ക് രണ്ടുപേർക്കും ഇങ്ങനെ ഒരു ഉപചാരത്തിൻ്റെ ആവശ്യമേ ഇല്ല. അതുകൊണ്ട് തന്നെ നിർവൃത്തി പഞ്ചകം തുടങ്ങുന്നത് ഈ ഒരു ശ്ലോകത്തോടു കൂടിയാണ്. കിം നാമ ദേശ കാ ജാതി പ്രവൃത്തിഹി കാ കിയത് വയഃ ഇത്യാദി വാദ ഉപരതിഹി യസ്യ തസ്യയേവ നിർവൃത്തിഹി. എന്താ പേര്, എവിടെ നിന്നാ വരുന്നത്, എന്താ ജാതി, എന്താ ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ഉപചാര വാദങ്ങളിൽ നിന്ന് ആരാണോ നിവൃത്തിക്കുന്നത് അതാണ് ശരിയായ നിർവൃത്തി. ആ ആത്മാവിൽ രമിക്കുന്നവർക്ക് ഇതൊന്നും വിഷയമല്ല. കാരണം ഇതൊക്കെ ഈ ഭൗതികമായ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളാണ്. ഒരുപക്ഷെ പുറത്തു നിന്ന് കാണുന്നവർക്ക് തോന്നും, ഇവരെന്താ പരസ്പരം സംസാരിക്കാത്തത്, എന്തുകൊണ്ടാണ് ഒന്ന് അടുത്ത് പെരുമാറാത്തത് എന്ന് തോന്നും. പക്ഷേ അവർ സംസാരിച്ചിരുന്നു. മൗനത്തിൻ്റെ ഭാഷയിൽ അവർ രണ്ടുപേരും സംസാരിച്ചിരുന്നു. ഇതാണ് പരാപശ്യന്തി എന്നൊക്കെയുള്ള ഭാഷയുണ്ട്. നമുക്കറിയാത്ത ഭാഷയാണത്. അത് യോഗികളുടെ ഭാഷയാണ്. ആ ഭാഷയിൽ അവർ സംസാരിച്ചിരുന്നു. കാരണം പിന്നീട് ഗുരുദേവൻ്റെ സമാധിക്ക് ശേഷവും ഗുരുദേവൻ്റെ ചില ശിഷ്യന്മാർ രമണാശ്രമത്തിൽ പോയിരുന്നു. അപ്പോൾ രമണ മഹർഷി പറഞ്ഞു അവരോട്, അവനെല്ലാം തെരിഞ്ചവൻ, അവനെല്ലാം അറിയാം. അത് എങ്ങനെ മനസ്സിലായി? രണ്ടുപേരും സംസാരിച്ചിട്ടില്ല, പക്ഷേ അവർക്ക് തമ്മിൽ മനസ്സിലായി. അതാണ് യോഗികളുടെ അവസ്ഥ. ഇങ്ങനെ ഗുരുദേവന് തമിഴ്നാട്ടിൽ മാത്രമല്ല, ശ്രീലങ്ക, സിംഗപ്പൂർ, മലയ തുടങ്ങിയ അന്യരാജ്യങ്ങളിലും ഒരുപാട് ശിഷ്യന്മാരും മഠങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിനിടയിൽ 2 തവണ ഗുരുദേവൻ ശ്രീലങ്കയിൽ പോയിട്ടുണ്ട്. അവിടുത്തെ ആൾക്കാരുടെ ആ ഊഷ്മളമായ സ്നേഹം ഗുരുദേവനെ അത്രയധികം ആകർഷിച്ചിരുന്നു. ശ്രീലങ്കയിലേക്ക് പോകുന്നതിന് മുൻപ് വരെ ഗുരുദേവൻ്റെ വസ്ത്രം ശുഭ്രവസ്ത്രമായിരുന്നു, വെള്ളവസ്ത്രമായിരുന്നു.
എന്നാൽ ആദ്യമായിട്ട് ശ്രീലങ്കയിലേക്ക് പോകുമ്പോഴാണ് ഗുരുദേവൻ മഞ്ഞ വസ്ത്രം അണിയാൻ തുടങ്ങിയത് എന്നാണ് പറയുന്നത്. പിന്നീട് അത് സ്ഥിരമായ ഒരു വേഷമായി തീർന്നു. ഇങ്ങനെ ലോകമെങ്ങും തൻ്റെ സർവമതസാരം എന്ന സന്ദേശത്തെ പ്രചരിപ്പിക്കാൻ ഗുരുദേവന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനിടയിലും കേരളത്തിലെ അക്കാലത്തെ പ്രത്യേക അവസ്ഥ പ്രമാണിച്ച്, അതായത് താഴ്ന്ന ജാതിക്കാർക്ക് പല റോഡുകളിൽ കൂടെയും സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു. അതേസമയം മറ്റു മതങ്ങളിലുള്ളവർക്ക് അത് ഉണ്ടായിരുന്നു താനും. അതുകൊണ്ട് തന്നെ താഴ്ന്ന ജാതിക്കാരായ പലരും തങ്ങൾ മതം മാറുകയാണ്, അങ്ങനെയെങ്കിലും റോഡിൽ കൂടെ നടക്കാൻ സാധിക്കുമല്ലോ എന്ന് പറഞ്ഞതിനെ ഗുരുദേവൻ്റെ ഒരു അനുയായി കൂടിയായ സഹോദരൻ അയ്യപ്പൻ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഗുരുദേവനോട് അഭിപ്രായം ആരാഞ്ഞു. ഇങ്ങനെ മതം മാറുന്നതിനെക്കുറിച്ച് എന്താണ് ഗുരുദേവൻ്റെ അഭിപ്രായം? അപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, എന്തിനാണ് മതം എന്നാദ്യം തിരിച്ചറിയണം. മതം ഈശ്വരനിലേക്കുള്ള വഴിയാണ്, അല്ലാതെ റോഡിൽ വഴി നടത്തുന്നില്ല എന്ന് പറഞ്ഞ് മാറേണ്ട ഒന്നല്ല മതം. ഇനി അങ്ങനെ മാറണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവനവൻ്റെ മതത്തിൽ വിശ്വസിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം യഥാർത്ഥ മതം മാറ്റം എന്നത് പലർക്കും അറിയില്ല. മതം മാറുക എന്ന് വെച്ചാൽ അഭിപ്രായം മാറണം. അഭിപ്രായം മാറണമെങ്കിൽ എല്ലാ മതങ്ങളുടെയും അഭിപ്രായം അറിയണം. അങ്ങനെ അറിയുന്ന ഒരാൾക്ക് ഒരിക്കലും മതം മാറാൻ സാധിക്കില്ല. കാരണം എല്ലാ മതത്തിൻ്റെയും അന്തഃസത്ത ഒന്ന് തന്നെയാണ്. പല മതസാരവുമേകമെന്നു പാരാതുലകിലൊരാനയിലന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാരലവതു കണ്ടലയാതമർന്നിടേണം. യഥാർത്ഥ മതത്തിൻ്റെ സാരം, ഓരോ മതത്തിൻ്റെയും സാരം അറിഞ്ഞാൽ പിന്നെ ആരും ഇങ്ങനെ അലയുകയില്ല. ഇങ്ങനെ അലയാതെ യഥാർത്ഥത്തിൽ മതം എന്തിനാണെന്ന് മനസ്സിലാക്കി അതിൽ അമർന്നിടേണം. അതായത് അതിലങ്ങ് ഉറച്ച് വിശ്വസിച്ചിട്ട് ആ വഴിയെ ഈശ്വരനെ അറിയാൻ ശ്രമിക്കണം. അല്ലാതെ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് ആനുകൂല്യം കിട്ടുന്നില്ല, അല്ലാതെ മറ്റ് ഉള്ള ചില സൗകര്യങ്ങൾ തങ്ങൾക്കില്ല എന്നും പറഞ്ഞ് മാറേണ്ട ഒന്നല്ല മതം. ഇതുപോലെ തന്നെ ആലുവ അദ്വൈതാശ്രമത്തിൽ പഠിച്ച കുറച്ചു കുട്ടികൾ, അതിൽ തന്നെ ക്രിസ്തുമത വിശ്വാസിയായിട്ടുള്ള ഒരു കുട്ടി തൻ്റെ പേര് മാറ്റുകയാണ്, തനിക്ക് ഗുരുദേവനാണ് ഇനിയെല്ലാം എന്ന് പറഞ്ഞപ്പോൾ ഗുരുദേവൻ അതിനെ പ്രോത്സാഹിപ്പിച്ചില്ല. ആ കുട്ടിയോട് പറഞ്ഞു, അങ്ങനെ മതം മാറരുത്. താങ്കൾ വിശ്വസിക്കുന്ന ആ മതത്തിൽ തന്നെ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഈശ്വരനെ അറിയാൻ ശ്രമിക്കുക. അല്ലാതെ മതം മാറിയതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ഇവിടെ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആ കുട്ടിയെ തിരുത്തുകയാണ് ഗുരുദേവൻ ചെയ്തത്. കാരണം ഈ ആഴത്തിൽ പോകാത്തതാണ് എല്ലാവരുടെയും പ്രശ്നം. പുറമേ നിന്നുകൊണ്ടാണ് എല്ലാവരും എല്ലാ മതത്തെയും നോക്കിക്കാണുന്നത്. ഒരുപാട് ദേവീദേവന്മാരുടെ ക്ഷേത്രങ്ങൾ ഗുരുദേവൻ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിലൂടെ ഗുരുദേവൻ ഉദ്ദേശിച്ചത് ആ നിർഗുണാത്മകമായിട്ടുള്ള ഈശ്വരനിലേക്ക് എത്തിച്ചേരുക എന്നാണ്. എല്ലാവരും അവനവനിലേക്ക് നോക്കണം, അവനവൻ്റെ ഉള്ളിലെ ഈശ്വരനെ അറിയണം. എന്നാൽ ആളുകൾ ഇത്തരത്തിലുള്ള പ്രതിഷ്ഠ ഒരു ഹരമായിട്ടെടുക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ അവസാനം കളവങ്കോടം എന്ന ക്ഷേത്രത്തിൽ ഗുരുദേവൻ പ്രതിഷ്ഠിച്ചത് ഒരു കണ്ണാടിയാണ്. കണ്ണാടി അവനവൻ്റെ മനസ്സിൻ്റെ പ്രതീകമാണ്. അവിടെ ഓം ശാന്തി എന്ന് കാണത്തക്ക വിധത്തിൽ പുറകിലെ രസം അവിടെ ചുരണ്ടിക്കളഞ്ഞു. ആ ഓം ശാന്തി എന്ന് എഴുതിയത് മാത്രം കാണാം. ഇങ്ങനെ തൻ്റെ ഉള്ളിലെ ഈശ്വരനെ അറിയണം എന്ന് ഗുരുദേവൻ ആഹ്വാനം ചെയ്തു. അതുപോലെ ഗുരുദേവൻ തൊഴിൽ സംസ്കാരങ്ങൾക്ക് പുതിയൊരു രൂപരേഖ സൃഷ്ടിച്ചിട്ടുണ്ട്. പൊതുവെ ആളുകളെ ജാതി തിരിക്കുന്നത് അവരുടെ ജോലി പറഞ്ഞാണ്. ഇന്നയാൾക്ക്, ഇന്ന ജാതിയിൽപ്പെട്ടയാൾ ഇന്ന ജോലി ചെയ്യുക. അതുകൊണ്ട് ഗുരുദേവൻ പറഞ്ഞു, നിങ്ങൾ മാറി ചിന്തിക്കണം. ഞാൻ ഇന്ന ജോലിയേ ചെയ്യുള്ളൂ, ഇതെൻ്റെ കുലത്തൊഴിലാണ്, അങ്ങനെ ഒന്നുമില്ല.
ഏത് ജോലിയും ആർക്കും ചെയ്യാം. അതുകൊണ്ട് പുതിയ പുതിയ തൊഴിലുകൾ പഠിക്കണം. അങ്ങനെ ആരും നിങ്ങളുടെ തൊഴിലുകൊണ്ട് നിങ്ങളെ തിരിച്ചറിയാൻ ഇടയാക്കരുത്. നിങ്ങൾ ഇന്ന തൊഴിൽ ചെയ്യുന്നു, അതുകൊണ്ട് നിങ്ങൾ ഇന്ന ജാതിക്കാരനാണ് എന്ന് തിരിച്ചറിയാൻ ഇടയാക്കരുത്. അതുകൊണ്ട് വ്യവസായം തുടങ്ങാൻ സാധിക്കുന്നവർ അത് തുടങ്ങുക. അധ്യാപനം, ഇങ്ങനെയെല്ലാം എന്തും നിങ്ങളായിട്ട് മാറ്റിക്കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ ഈ ജാതി ചിന്ത ആളുകളിൽ നിന്ന് ഇല്ലാതാവുകയുള്ളൂ എന്നും ഗുരുദേവൻ ആഹ്വാനം ചെയ്തിരുന്നു. പിന്നോക്ക വിഭാഗങ്ങളിലെ കുട്ടികളിൽ വിദ്യാഭ്യാസം അത് ആവശ്യമാണ് എന്ന് ഉറപ്പിക്കാനായിട്ട് ഒരുപക്ഷെ ആദ്യമായി ഫെലോഷിപ്പും സ്കോളർഷിപ്പും ഏർപ്പെടുത്തിയത് ഗുരുദേവനാണെന്ന് പറയേണ്ടി വരും. കാരണം അക്കാലത്ത് പാണാവള്ളി കർത്താവ് എന്നൊരു അധ്യാപകൻ ആശാൻ ജാതി ഒന്നും നോക്കാതെ എല്ലാ കുട്ടികളെയും സംസ്കൃതം പഠിപ്പിച്ചിരുന്നു. ഇങ്ങനെ പാണാവള്ളി കർത്താവിന് എല്ലാ മാസവും 20 രൂപ ഫെലോഷിപ്പായിട്ടും അവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾക്കൊക്കെ 5 രൂപയും എല്ലാ മാസവും കൊടുക്കാൻ ഗുരുദേവൻ ഏർപ്പാടാക്കിയിരുന്നു. അങ്ങനെ നോക്കിയാൽ ഇതാണ് ആദ്യത്തെ സ്കോളർഷിപ്പ് എന്ന് പറയാം. അത്രയധികം. കാരണം മനുഷ്യനെ അജ്ഞരാക്കി നിർത്തിയാണ് എല്ലാവരും അവരെ അടിമകളാക്കുന്നത്. അതുകൊണ്ട് ആ അടിമത്തത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ അറിവാണ് ഏറ്റവും നല്ല ഒരു പരിച. അത് എല്ലാവരും നേടിയിരിക്കണം എന്ന് ഗുരുദേവൻ ആഹ്വാനം ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ ഭൗതികമായ സാഹചര്യങ്ങൾ എല്ലാവരും അത് കണ്ടെത്തുക തന്നെ വേണം. ഇന്ന തൊഴിലേ ഞാൻ ചെയ്യുള്ളൂ എന്നൊന്നും ചിന്തിക്കാതെ ഏത് തൊഴിലും ചെയ്ത് അവനവൻ്റെ ഭൗതിക സാഹചര്യങ്ങളും മെച്ചപ്പെടുത്തണം. ഇങ്ങനെ സമൂഹം എല്ലാ രീതിയിലും ഉയരുമ്പോഴാണ് അത് ശരിയായ ഉയർച്ചയാകുന്നുള്ളൂ എന്ന് പറഞ്ഞ മഹാനായ ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. ഗുരുദേവൻ്റെ സാഹിത്യകൃതികൾ എക്കാലത്തും ആധ്യാത്മിക മേഖലയിൽ സഞ്ചരിക്കുന്നവർക്ക് നല്ലൊരു വഴികാട്ടിയാണ്. തമിഴ് ഭാഷകളിലെ വേദാന്ത ഗ്രന്ഥങ്ങളൊക്കെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ദൈവദശകം എന്ന ചെറിയൊരു പ്രാർത്ഥനയിലൂടെ വിശ്വമാനവികതയെ തന്നെയാണ് ഗുരുദേവൻ ഉയർത്തിപ്പിടിച്ചത്. ഏത് മതക്കാർക്കും ഈ ഒരു പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഇത് തങ്ങൾക്ക് വേണ്ടി എഴുതിയതാണ് എന്ന് തോന്നും. അത്രയും ഒരു പ്രത്യേകമായ ഒരു മതവിഭാഗത്തെ സൂചിപ്പിക്കാനല്ല ഗുരുദേവൻ ദൈവദശകം എഴുതിയത്. ഏത് മതവിഭാഗക്കാർക്കും തങ്ങളുടെ ഈശ്വരനെ ആരാധിക്കാനുള്ള നല്ലൊരു സ്തോത്രകാവ്യമാണ് ദൈവദശകം. അതുപോലെ തന്നെ ആത്മോപദേശ ശതകം 100 ശ്ലോകങ്ങളിലായിട്ട് ആധ്യാത്മികമായിട്ടുള്ള എല്ലാ അറിവുകളെയും നേടിത്തരുന്ന ഒരു വേദാന്ത കൃതിയാണ് ആത്മോപദേശ ശതകം. ഒരുപാട് സ്തോത്രകാവ്യങ്ങൾ ഗുരുദേവൻ എഴുതിയിട്ടുണ്ട്. ദർശനമാല, ഇങ്ങനെ ഒരുപാട് വേദാന്ത ഗ്രന്ഥങ്ങൾ. ഗുരുദേവൻ എഴുതിയ വേദാന്ത ഗ്രന്ഥങ്ങളൊക്കെ തന്നെ ആധ്യാത്മിക അന്വേഷകന്മാർക്ക് വലിയൊരു പ്രചോദനമാണ്, മാർഗദീപം തന്നെയാണ് എല്ലാ കൃതികളും. ഗുരുദേവനെ ചെറുപ്പം മുതലേ വലച്ചിരുന്ന ഉദരരോഗം തന്നെയായിരുന്നു അവസാന കാലത്തും ഗുരുദേവൻ്റെ ആരോഗ്യത്തെ ക്ഷയിപ്പിച്ചത്. എന്തായാലും അത് ഈ ലോകത്തിൽ നിന്ന് വിടവാങ്ങാനുള്ള ഒരു കാരണം മാത്രം. അങ്ങനെ 1928 ശിവഗിരി മഠത്തിൽ വെച്ച് എല്ലാവരും കാണുകെ ധ്യാനാവസ്ഥയിലേക്ക് പോയി. അങ്ങനെ സമാധിയിലേക്ക് പോവുകയായിരുന്നു ആ മഹാനുഭാവൻ. ഇന്നും ഗുരുദേവൻ്റെ എല്ലാ തരത്തിലുള്ള ഉപദേശങ്ങളും നമ്മുടെ സമൂഹത്തിന് എത്രത്തോളം വെളിച്ചമേകുന്നതാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. അതുപോലെ തന്നെ ഗുരുദേവൻ്റെ ഓരോ കൃതികളും ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട, പഠിച്ചിരിക്കേണ്ട ഒരുപാട് നല്ല തത്വങ്ങൾ ഓരോ കൃതിയിലും ഉണ്ട്. മലയാളത്തിലാണെങ്കിലും അതൊരു മണിപ്രവാളമായിട്ടും പറയുന്നുണ്ട്. കാരണം പല സംസ്കൃത വാക്കുകളും അതിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗുരുക്കന്മാരിൽ നിന്ന് പഠിച്ചാൽ മാത്രമേ അതിൻ്റെ ശരിയായ അർത്ഥം മനസ്സിലാവുകയുള്ളൂ. ഈ പഠനമൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. എല്ലാ കാലത്തും മാനവരാശിക്ക്
ഗുരുദേവ ദർശനങ്ങൾ ഒരു മാർഗദീപമായി വിളങ്ങട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ദൈവമേ കാത്തുകൊള്ളുകങ്ങ്, കൈവിടാതെങ്ങു ഞങ്ങളെ. നാവികൻ നീ ഭവാബ്ധിക്കൊരാവി വന്നോ